പാടാ? കപ്പലണ്ടി തന്നതാ. വെൽക്കം ബാക്ക് ടു അച്ചൂസ് നാനോ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നാട് വിട്ട് പോകാൻ പോവേണ്ട കേട്ടോ. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ മലപ്പുറത്തേക്കാണ്. അവിടെ എൻ്റെ ഒരു വല്യമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ താമസിക്കുന്നത് മലപ്പുറത്താണ്. ബാക്കി വല്യമ്മമാരൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അവർ അവിടെ പോയി താമസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചിക്കും ചേട്ടനും മലപ്പുറത്താണ് ജോലി. അവിടുത്തെ ഒരു സ്കൂളിലാണ് കേട്ടോ ജോലി. അപ്പം അതുകൊണ്ട് അവരവിടെ സെറ്റിൽഡ് ആണ്. നമ്മൾ കുറേ നാൾ കൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. ഓരോ വെക്കേഷൻ വരുമ്പോഴും നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് ആ ഒരു ദിവസം വന്നെത്തിയിട്ടുണ്ട്. 2 ദിവസമാണ് കേട്ടോ നമ്മൾ മലപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് അതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ കണ്ടാലോ. നമുക്ക് ട്രെയിൻ വന്നിട്ട് കൊച്ചുവേളിയിൽ നിന്നാണ്. രാത്രി 9:30ക്കാണ് ട്രെയിനിൻ്റെ സമയം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6-6:30 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. കാരണം ഇടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്കോ വല്ലതും ഉണ്ടായാലോ എന്ന് പേടിച്ച് നമ്മൾ നേരത്തെ ഇറങ്ങിയാണ്. ഈ യാത്രയിൽ ശ്രീതേട്ട ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ പണി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൻ്റെ പെയിൻറ്റിങ് പണി തീർന്നില്ലായിരുന്നു. അതുകൊണ്ട് ശ്രീതേട്ടൻ വരണില്ല എന്ന് പറഞ്ഞു. ചേട്ടന് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്ന് പോകുന്നത് ഞാനും അച്ഛനും വാവയും കിത്തുവും അമ്മയും പിന്നെ എൻ്റെ ഒരു ചേട്ടനും കൂടെയാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ എത്രാമത്തെ പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ നോക്കിയാണ്. കിത്തു പറയണ കിത്തുവിൻ്റെ കൈ പിടിക്കേണ്ട, അവൻ ഒറ്റയ്ക്ക് നടക്കാന്ന്. അവൻ അതാണ് കേട്ടോ ഇഷ്ടം. അവൻ്റെ കൈ പിടിക്കണതൊന്നും ഇഷ്ടമില്ല. അങ്ങനെ അവൻ ഫ്രീ ആയിട്ട് അങ്ങ് നടക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. 9:30 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ വന്നത് ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ്. അപ്പോൾ കിത്തുവിനെ അനിയത്തിയാണ് കൊണ്ട് കയറ്റുന്നത്. ഞാൻ ബാക്കി ബാഗും എല്ലാ സാധനങ്ങളും കൊണ്ട് കയറുകയാണ്. അങ്ങനെ ഒരു 10-10:30 മണി വരെയൊക്കെ നമ്മൾ ട്രെയിനിലിരുന്ന് പിന്നെ അതിനുശേഷം ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. രാവിലെ 4:30 മണിയായപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം എത്തിയിട്ടുണ്ട്. ഇനി അങ്ങാടിപ്പുറത്തുനിന്ന് നമുക്ക് മഞ്ചേരിയിലോട്ടാണ് പോവേണ്ടത്. മഞ്ചേരിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഇട റോഡ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് നമ്മൾ പോകുമ്പോഴത്തേക്കാണ് വല്യമ്മയുടെ വീട് വരുന്നത്. എനിക്ക് ആ ഒരു കറക്റ്റ് പ്ലേസിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു 6-6:15 സമയമായപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വല്യമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ താമസിക്കുന്ന വീട്. ഇതാണ് കേട്ടോ ഈ വീട്ടിലെ പൂജാമുറി. പിന്നെ ഇന്നലെ ട്രെയിനിൽ നിന്ന് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അനിയത്തിയൊക്കെ സുഖം ഉറക്കമാണ്. രാവിലെ തന്നെ കിത്തുവിനെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. കിത്തു പാടിയ ഈ പാട്ട് ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവ രാവിലെ തന്നെ വല്യമ്മ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും വടക്കൂട്ട് കറിയുമാണ്. വല്യമ്മ എന്ത് പാചകം ചെയ്താലും അപാര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ വല്യമ്മയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ നല്ല സ്പീഡുണ്ട്. വല്യമ്മ പെട്ടെന്നാണ് ഓരോ കറികളും ഉണ്ടാക്കുന്നത്. എല്ലാം നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ രാവിലെ കാപ്പിയെല്ലാം കഴിച്ചതിന് ശേഷം അച്ഛനും ദാ കിത്തുവും കൂടെ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ്. ഇല്ല വേണം. അമ്മയൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നു. അമ്മ തണ്ണിമത്തം കഴിച്ചാ? തണ്ണിമത്തം കഴിച്ച ചേട്ടൻ കഴിച്ചാ? ഇതിപ്പോ എന്റെ അമ്മ വല്യമ്മ സ്പെഷ്യൽ. വല്യമ്മയാണെങ്കിൽ ഇതാ എന്തൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഇതാ ചേച്ചി പിന്നെ തണ്ണിമത്തനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുവാടാ എടാ നോക്കിട്ട് താങ്ക് യു പറ ചേച്ചിയോട്. താങ്ക് യു ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കും. ചേച്ചിക്ക്
ഒരു ഉമ്മ കൊടുക്ക് ചേച്ചിക്ക്. ഉമ്മ. ചക്കര ഉമ്മയാണ് കൊടുക്കേണ്ട. ഇവിടെ ഇരുന്നു. ഓ അതിന് ഇത്ര സീറ്റിലുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയായപ്പം കിത്തുവിന് ചോറ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച ഫീലായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചത്തേക്ക്. ചിക്കൻ വച്ചത്, പൊരിച്ചത്, മരിച്ചീനി, അച്ചാറ്, സാമ്പാർ, തോര, അവിയൽ, ഇതൊക്കെയായിരുന്നു കേട്ടോ. ഗൈസ്, ഒരു ഗീവ് അവേ കൊടുക്കാറുണ്ട്. ഇതിന് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയൂ. വേണ്ട, അയ്യോ 1.5 അടി പൊക്കം. ഗീവ് അവേ കൊടുക്കേണ്ടി വരും. ഇനി ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഈ സമയത്ത് ഇവിടെ ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ആയിരുന്നു. ചേച്ചിയുടെ അനിയത്തിയുടെയും പാട്ടൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് തേരിയിൽ ചവിട്ടി പഠിക്കുന്ന വ്യക്തി. ചില നേരത്തെ എൻ്റെ അമ്മയുടെ സ്വഭാവം കണ്ട കൊച്ചു കുട്ടിയെക്കാട്ടിയും കഷ്ടമാണ്. നമ്മളിപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയാൽ ഡാൻസ് കളിക്കാൻ കൂടെ വരും. ദാ ഇപ്പോൾ കണ്ടില്ലേ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മളോടൊപ്പം നിൽക്കും കേട്ടോ എൻ്റെ അമ്മ. അതിനുശേഷം ദാ അനിയത്തിയാണെങ്കിൽ ചേട്ടന് തല മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിന് ശേഷം ഇവരുടെ വീട്ടിന് തൊട്ടടുത്തൊരു കമുകിൻ പാടമുണ്ട്. അതുപോലെ തന്നെ ഒരു ആനപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പോവേണം. അവിടെ ഒരു വലിയ പാറയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. നമ്മൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു പാറയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് റീൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് റീൽ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം പാറയുടെ അവിടെ നിന്നുകൊണ്ട് നല്ല ചെറിയൊരു ചറക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു പേടിയായിരുന്നു. വന്ന് വീണാലോ, അതുപോലെ തന്നെ വീണാലും നേരെ തോട്ടിലായിരിക്കും പോകുന്നത്. തോട്ടിലെ വെള്ളമാണെങ്കിൽ അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ റോഡിൽ പോയിരുന്നാണ് കേട്ടോ ഡാൻസ് കളിച്ചത്. സിംഹത്തെ കണ്ടാടാ? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ഡാൻസ് ഇതാ ഈ റോഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ കളിക്കുന്നത്. അങ്ങനെ ഡാൻസൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും വല്യമ്മ അടുത്ത് ആപ്പിളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം. അങ്ങനെ ആപ്പിളെല്ലാം കഴിച്ച് വല്യമ്മയാണെങ്കിൽ പൂജാ റൂമിൽ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കഴിക്കൂലല്ലേ? അവൻ കഴിക്കൂല. എനിക്കൊന്നും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ കഴിക്കാൻ വേണ്ടിയാണോ ഇനി മലപ്പുറത്തേക്ക് പോയെന്ന്. പണ്ട് മുതലേ വല്യമ്മ ഇങ്ങനെയാണ് കേട്ടോ. കുഞ്ഞിലേക്ക് നമ്മൾ വെക്കേഷൻ സമയത്ത് എന്നെയും അനിയത്തെയും അങ്ങ് വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കും കേട്ടോ. ഒരാഴ്ച വരെയൊക്കെ നമ്മൾ ചിലപ്പോൾ അവിടെ നിൽക്കും. ആ ടൈമിലൊക്കെ രാവിലെ നമ്മൾ കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷം അടുത്ത് പിന്നെ വല്യമ്മയാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് പിന്നെ ഏത്തമ്പഴമൊക്കെ നമ്മളെ കൊണ്ട് അടിച്ച് തീറ്റിപ്പിക്കുക. ചില ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇരുന്ന് കരയും കേട്ടോ. എനിക്ക് വേണ്ട, ചിലപ്പം വയറ് ഫുള്ളായിരിക്കും, എന്നാലും വല്യമ്മ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിപ്പിക്കും. പിന്നെ ചില ദിവസം നമ്മൾ വല്യമ്മ കാണാതെയൊക്കെ എങ്ങനെയൊക്കെ കൊണ്ട് കളയും. പിന്നെ വല്യമ്മ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും വല്യമ്മ ഉണ്ടാക്കി തരും കേട്ടോ. എന്ന് പറഞ്ഞാൽ വല്യമ്മയ്ക്ക് അറിയാവുന്നതാണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി തരുകയും ചെയ്യും. പറ്റില്ല എന്ന് ഒരിക്കലും പറയില്ലേ.
പിറ്റേ ദിവസം ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ആ ഫിഷ് ടാങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മീനൊക്കെ അതിലിടാൻ വേണ്ടി പോവേണ്. ഫ്രണ്ടിലോട്ട് അവൻ ചെയ്തോട്ടെ, അവൻ അറിയാം. നീ പിടിക്കടാ, പൊക്കടാ പൊക്ക്. Well done, my boy. ഇനി വാ ചെല്ല്, ഇട് ഇട് ഇട്. ആ എന്താണ് ആ ഉസ്താദ്, എടാ ഒന്ന് ചെക്കോ സാറേ പിടിച്ചു. കിട്ടിയില്ല, ഈ വലുതിനെ കാണിച്ചോണ്ടാ, നോക്ക്, നീ സൂക്ഷിച്ചു നോക്ക്. ഇത് ടയർ കീറിയതല്ലേ ചേട്ടാ? ആര് ചേട്ടനോ? കണ്ണടച്ചു കണ്ണടച്ചു. ടണ്ടടാ. സത്യം പറഞ്ഞാൽ നമ്മൾ മലപ്പുറത്തേക്ക് വന്നിട്ട് കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനി ഊട്ടി, പിന്നെ അതുപോലെ തന്നെ നിലമ്പൂർ, അങ്ങോട്ടൊക്കെ ഒന്ന് പോവാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ അന്നത്തെ ദിവസങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ട് മഞ്ചേരി കോവിലകത്ത് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു സ്ഥലത്ത് പോകാനും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇനി ഈ പറഞ്ഞ മിനി ഊട്ടിയിലും നിലമ്പൂരൊക്കെ പോകാൻ നമ്മൾ വേറൊരു ദിവസം വരുന്നുണ്ട്. അങ്ങനെ വൈകിട്ട് ഒരു 3 മണിയായപ്പോൾ നമ്മൾ മഞ്ചേരി കോവിലകത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കോവിലകം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ഹരീഷ് ഏട്ടന് പരിചയമുള്ളത് കൊണ്ട് നമ്മളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. ഈ ഒരു കോവിലകത്തോട്ട് വന്ന വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കോവിലകത്ത് അകത്ത വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിന് അടുത്തൊരു കോവിലുണ്ട്, കുറേ പടിയെല്ലാം കയറി സത്യം പറഞ്ഞാൽ ഒരു കാടിൻ്റെ നടുക്കൂടെ പോണ ഒരു ഫീലുള്ള ഒരു കോവിൽ. ആ കോവിലിലെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഈ ഒരു പഴവും പിന്നെ ആ ഒരു എന്തൊരു മധുരം പോലത്തത് നമുക്ക് ആ കോവിലകത്തുനിന്ന് തന്നതാണ്. നിങ്ങളെ കണ്ടപ്പോ ശത്രുക്കളാ തോന്നിയത്, അല്ലെങ്കിൽ ഓടി വരുന്ന. ഇനി ഇന്ന് രാത്രി 10 മണിക്കാണ് കേട്ടോ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ട്രെയിൻ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വല്യമ്മ ഫുഡെല്ലാം ഉണ്ടാക്കിയാണ് നമുക്ക് കഴിച്ചിട്ട് പോകാൻ വേണ്ടി. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങിയാണ്. പ്രതീക്ഷിക്കാതെ വന്ന ഒരു യാത്രയാണ് കേട്ടോ മലപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. വെറും 2 ദിവസത്തേക്കാണ് കേട്ടോ നമ്മൾ മലപ്പുറത്തേക്ക് വന്നത്. വീണ്ടും ഇനി മലപ്പുറത്തേക്ക് എന്ന് വരാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും മാക്സിമം നമ്മൾ വരാൻ വേണ്ടി നോക്കും. നമ്മൾ കോവിലകമൊക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും ദോശയും ചമ്മന്തി മുളകും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി കറിവേപ്പില ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കറിവേപ്പില ഞാൻ ഒടിച്ചോണ്ട് പോവേണേ. എനിതാന്ന് കവറിൽ വെച്ചതാ ഇവൻ കണ്ടായിരിക്കും, അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു അച്ചു തൊടല്ലേന്ന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ടാറ്റാ ബൈ ബൈയും പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോവേണേ. വല്യമ്മയുടെ ഫാമിലിയും പിന്നെ അതുപോലെ തന്നെ വല്യമ്മയുടെ ഫുഡൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി പുതുതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.